നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ട്രൈ ചെയ്തിട്ട് നമുക്കത് പെർഫെക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉത്തമ ഒരു ഉദാഹരണമാണ് ഞാൻ കാണിക്കുന്നത്. എന്താ അതിന്റെ റീസൺ എന്നുള്ളത്. സംഭവം ഇത് എന്താന്ന് വെച്ചാല്, മോന് കുറെ ദിവസമായി ഒരു റീല് ഷെയർ ചെയ്ത് തന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്ന സംഭവം. നമ്മുടെ സാദാ പഴംപൊരിയാണ്. എന്താന്ന് വെച്ചാൽ കദളിപ്പഴം നമ്മൾ ഇതുപോലെ ഉടച്ചെടുത്തിട്ട് നേന്ത്രപ്പഴത്തിന്റെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് നേന്ത്രപ്പഴം പോലെ ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളൊരു റീലായിരുന്നു കേട്ടോ. അതില് പക്ഷെ ഒരാൾ റിയാക്ട് ചെയ്തൊരു വീഡിയോ ആണ് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇതുപോലെ പഴം ഉടച്ച് നേന്ത്രപ്പഴം പോലെ ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളൊരു വോയിസ് ഇട്ടിട്ടാണ് അയാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പല രീതിയിലും ഉടച്ചെടുത്തിട്ട് പിന്നെയാന്ന് മോന് പറയുന്നത് ഇതുപോലെ റോൾ ചെയ്തിട്ടാണ് അതിലുള്ളത്. പിന്നെയാന്ന് എനിക്ക് മനസ്സിലായി ഇതുപോലെ റോൾ ചെയ്തിട്ടാണല്ലോ അതിലുണ്ടെന്ന്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നൊന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുക്കുന്ന മാത്രമാണ് അതിൽ കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ സംഭവം ഇതിലിപ്പോ റോൾ ചെയ്തെടുക്കുമ്പോൾ അകത്ത് കുറച്ച് സ്പേസ് വെച്ചിട്ട് ലൂസായിട്ടാണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് അതിലുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോ എന്തായി, കുറച്ചും കൂടെ തിന്നായി. അകത്ത് ഉള്ള സ്പേസ് ഒക്കെ ഇതുപോലെ ഇങ്ങനെ തിന്നായിട്ട് നമുക്ക് ഇതിൽ നിന്നും ഷീറ്റിൽ നിന്നും എടുക്കാൻ പറ്റാതായി. പിന്നെയാണ് എനിക്ക് തോന്നിയത് നമ്മൾ നല്ലോണം ടൈറ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കാം എന്നുള്ളത്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയി. അപ്പൊ അത് അതില് ഉണ്ടായ ഒരു സംഭവമൊന്നുമല്ല. അപ്പൊ എന്റെ ഒരു രീതിക്ക് അങ്ങനെ അവര് കാണിക്കുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു റോൾ ചെയ്തെടുക്കുമ്പോൾ ലൂസായിട്ടാണ് റോൾ ചെയ്തെടുക്കുന്നതെങ്കിലും അവർക്കത് കറക്റ്റ് എടുക്കാനൊക്കെ പറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അത് അങ്ങനെ ലൂസായിട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം തിന്നായിട്ട് എടുക്കാൻ പറ്റുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ അല്ല ചെയ്തപ്പോൾ ട്രിക്ക് പിടികിട്ടി കറക്റ്റ് നിനക്ക്. ഇതായിട്ട് കിട്ടി. ഇനി നമ്മളിത് മാവിൽ ഡിപ്പ് ചെയ്യാൻ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ അങ്ങനെ ഡിപ്പ് ചെയ്യാൻ വലിയ പറ്റൂല. വായിക്കുന്ന ഇതുപോലെ ഇങ്ങനെ വലുതാക്കരുത്. അടിയിലും മുകളിലും ഒക്കെ മാവ് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രേയിലോട്ട് മാവാക്കി കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്നും ഒരു ചട്ടകം എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കോരി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ മോന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇതുപോലെ നമ്മള് കദളിപ്പഴം നേന്ത്രപ്പഴം പോലെ ആക്കിയെടുക്കുന്ന, നേന്ത്രപ്പഴം തന്നെ വാങ്ങിയാൽ പോരെ എന്നുള്ളത്. ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ടേസ്റ്റിൽ വ്യത്യാസം എന്ന് വെച്ചാൽ സാധാ പഴംപൊരി പോലെ തന്നെയാണ്. കദളിപ്പഴം നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നേന്ത്രപ്പഴം പോലെ. പക്ഷെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നേന്ത്രപ്പഴത്തിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിന്റെ ട്രിക്ക് പിടികിട്ടിയാൽ ഈസിയാണ് സംഭവം. അപ്പൊ കദളിപ്പഴം നേന്ത്രപ്പഴം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കദളിപ്പഴം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ള ഒരു ടിപ്പ് നല്ല ടിപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ പഴം ഉടച്ചെടുക്കുന്ന വെപ്രാളത്തില് എണ്ണ ഓവർ ചൂടായതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇനി ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. ക്യാമറ അവിടെ വെച്ചപ്പോ ക്യാമറ ലെൻസും കൂടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടെന്നൊക്കെ. അപ്പൊ നമ്മൾ എന്ത് ട്രൈ ചെയ്യുമ്പോഴും നല്ലോണം ഒന്ന് മനസ്സിലാക്കിയിട്ട് ട്രൈ ചെയ്താലും നമുക്കൊന്നും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. സംഭവം കൊള്ളാം.